അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വൺ ബ്ലോക്കിന്റെ എപ്പിസോഡ് 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബേസിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആക്ച്വലി ഇവിടെ വന്ന മാറ്റം എന്ന് വെച്ചാൽ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ഇവിടെ നമ്മുടെ ഫാം നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡില്. അപ്പോൾ അന്നേരം നോക്കുമ്പോൾ 2x2 ഉള്ള രീതിയിലായിരുന്നു. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ഇത് മാത്തമാറ്റിക്കൽ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഞാനത് 4x4 എന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അതാക്കിയിട്ടുണ്ട്. പിന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആനിമൽസ് നമ്മുടെ പശുമ്പയും ഈ രണ്ട് ഇത് ഷീപ്പിനെയും ഒരു ഫാം നമുക്ക് മനസ്സിലായി ഫെൻസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കി കൊടുക്കണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോ ഇത് നിൽക്കുന്നത് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ സ്റ്റോൺ ആണ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് അപ്ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ മാറ്റങ്ങളൊക്കെ വരുത്തില്ലായിരുന്നു. പക്ഷെ എക്സ്പാൻഡ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ബ്ലോക്ക് തീരായിട്ട് ഞാൻ മൈൻഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് 3rd അപ്ഗ്രേഡ്. അപ്പൊ ഞാൻ കളി അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് വീഡിയോ എടുക്കണ്ടേ, അവിടെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇപ്പൊ നമുക്ക് അത് മൈൻഡ് ചെയ്ത് ലേജോടെ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ ഇനി വരുന്നതോറും അപ്ഗ്രേഡ് വരുന്നതോറും ഇനി സംബന്ധിച്ച ബോംബ്സ് ഒക്കെ സ്പോണാം. അപ്പൊ നമ്മുടെ ബ്ലേസ് അങ്ങനെ എന്തെങ്കിലും സ്പോൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തീ തുപ്പുമ്പോ ഇത് ഫുള്ള് കത്തിപ്പോകും. അപ്പൊ നമുക്ക് ഇനിയും അങ്ങോട്ട് ഫുള്ളും ഇപ്പോഴേ സ്റ്റോൺ സ്ലാബ് വെക്കാം. അപ്പൊ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഞാനിവിടെ ഏതോ ഒരു ചെസ്റ്റില് പിക്കാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിക്കുണ്ട്, വുഡും. ഇവിടെ ഞാൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് വേഗം മൈൻഡ് ചെയ്യാം. പിന്നെ ഇവിടെ പ്രശ്നം ഞാൻ കുറെ മോബ്സ് പോണപ്പോ ഫുള്ള് ഞാൻ അതിനെ കൊന്നു. കാരണം വെച്ചാൽ ഇത് ഒരുപാട് ഇവിടെ വരുന്നത് ഭയങ്കര ലാഗാണ്. അപ്പൊ നമ്മളതിനെ ഒന്ന് തീർക്കണം. ഓ കോള് വന്നിട്ടോ, കോള് കിട്ടി. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് അയണൊക്കെ കിട്ടുന്നത്. നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് കൊബൽ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ പോയിട്ട് സ്റ്റോൺ ടൂൾസിലോട്ടേക്ക് അപ്ഗ്രേഡ് ആവും. ആദ്യം നമ്മൾ ആക്സ് എടുക്കണം. ആക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് പിക്കാക്സ് എടുക്കാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടേ, ഈ ഷവല് വേണ്ടേ, തന്നെ മതിയിരിക്കും അല്ലേ. ആൻഡ് നമുക്ക് എല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് വെളിച്ചത്തിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടാവുന്നില്ല. പിന്നെ ഈ 3 അല്ല ഈ 5 നമുക്ക് നീക്കാൻ നമ്മുടെ മെയിൻ. പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഗൈസ് നമുക്ക് ഇവിടെ മഷ്റൂമിന്റെ സാധനം ഇവിടെ ഇതിന് നമുക്ക് കളയാൻ പാടില്ല. നമുക്ക് സ്റ്റൂ തരും. നിങ്ങളുടെ പേരെന്താ? മഷ്റൂം പോവോ? പേരറിയില്ലേ? അറിയാവുന്നൊരു കമന്റ് ചെയ്യാം. നമ്മളിത് മാക്സിമം മൈൻഡ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു മൂലയിലോട്ട് മാറ്റും. ഇത് നമുക്ക് ലാഗ് അടുപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതിപ്പോ ഇതല്ലേ, നമുക്ക് ഇതിന്റെ ബാക്കിലോട്ടൊക്കെ ആക്കാം. പിന്നെ ഇവര് നമുക്കൊരു ബാധകമാവില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് തീർത്തിട്ട് വരാം. അപ്പൊ ഗൈസ് അത് ഈ 4 കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റും. ഇതത് വലിയൊരു മണ്ടത്തരാണ്. കാരണം ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു വീടുണ്ടാക്കാനുള്ള ഒരു ഇതിന് മാത്രം സാധനം റിസോഴ്സ് നമ്മുടെ കയ്യിലില്ല. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഞാൻ ആദ്യം നമുക്കൊരു വീടുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഒരു 1 ബ്ലോക്കാണ്. നമുക്ക് ഏത് സമയവും സംഭവിക്കാം എന്നുള്ള രീതിയിലുണ്ട്. ഇത് ഫുള്ളായോ? അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വിളവെടുപ്പാണ്. എല്ലാരും ഈ വിളവെടുപ്പ്
എന്താ പറയാ ഒന്നുമില്ല. ഈ വിളവെടുപ്പ് നമ്മൾ നടക്കാണ്. അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചോണ്ട് എന്താ ചെയ്യണ്ട, നമ്മൾ കൈയടിച്ചോണ്ട് വെട്ടാം. ഈ വീറ്റിന്റെ നമുക്ക് കയ്യിൽ ഇപ്പൊ എടുത്തു വെക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ ഇത് കിട്ടില്ലേ, നമുക്ക് ഈ വീറ്റ് വെച്ചിട്ട് വേണം അവരെ അങ്ങനെ വശീകരിക്കാൻ. മനസ്സിലായോ? അങ്ങനെ നമുക്ക് വശീകരിക്കാം. എന്തായാലും നമ്മൾ കുറച്ച് വെക്കാൻ വാങ്ങിക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. നമ്മളത് പരിഗണനയിലിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഐറ്റംസും സ്റ്റക്കായി കേട്ടാ. എന്റെ മൗസ് പെട്ടെന്ന് സ്റ്റക്കായി, അതാ പറ്റി. എടാ എന്റെ എല്ലാ സാധനവും താഴെ പോയടാ. എന്റെ മൗസ് പെട്ടെന്ന് സ്റ്റക്കായി. സോറി. നമ്മുടെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കണം. എന്താ ഇപ്പൊ എന്റെ കയ്യിലുള്ളത്? പാക്സ് പോയി, പിന്നെന്താ പോയത്? വേറൊന്നും പോയില്ല, മാക്സ് മാത്രം പോയില്ലേ. പിന്നെ ഹോയും പോയി. അപ്പൊ ഞാൻ ആദ്യം ഒരു ഹോയ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇനി മുതൽ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ഇപ്പൊ ഒരു സോഡ് ഉണ്ടാക്കുന്നു. സോഡാണ് നല്ലത്. അയ്യോ വെറുതെ ഉണ്ടാക്കി, സ്റ്റോണല്ലേ ഇല്ലാത്ത. രണ്ടാനുണ്ട്. ഇതൊക്കെ നമുക്ക് മാക്സിമം പെട്ടിയിൽ എടുത്ത് വെക്കാം. ഏതിലിടണ്ടേ? ഇതിലിടാം. ഒരു ഹോ ഉണ്ടാക്കണല്ലോ. അപ്പൊ ഒരു ഹോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് പോയിട്ട് നടാം. നമ്മുടെ 1 2 3 4 5. വാ അവിടെ ചെടി. ഇതിങ്ങനെ 2 കിട്ടിയെന്ന് വെച്ചാൽ ആ കോർണറിലുണ്ടല്ലോ. ഇവിടെ നമ്മളെപ്പോഴും ജാഗ്രതയിൽ ഇരിക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പഴാ സോംബീസുമായിട്ട് ഓരോരുത്തരും വരികയെന്ന് പറയാൻ പറ്റില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട്? ഇപ്പഴേ സബ്സ്ക്രൈബ് ചെയ്തു. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ പോലില്ല നിങ്ങൾക്ക് വരാൻ പാടുണ്ടോ? എനിക്ക് തോന്നുന്നു കൊബൽ സ്റ്റോൺ വെച്ചിട്ട് മാത്രം നമ്മൾ അവിടെ ടാബ് ഉണ്ടാക്കാണ്. കൊബൽ സ്റ്റോൺ നമ്മൾ പറഞ്ഞ കൊബൽ സ്റ്റോൺ വെച്ച് മാത്രം അവിടെ ടാബ് വെച്ച് അവിടെ ഉണ്ടാക്കാൻ അത്യാവശ്യം നേരം. നമുക്കിപ്പൊ കിട്ടുന്ന ആൻഡ്രോയിഡ് ഇതൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യത്തിന് അയണിട്ടുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അയണാർമർ ആവണം. ഇപ്പോഴാ പ്രശ്നമാവാന്നും പറയാൻ പറ്റില്ല. അയണും കോളൊക്കെ അതിനകത്ത് പോകും. നമുക്ക് എന്താ വേണ്ട? സ്ലാബ് അല്ലേ ഈ പശുമ്പ നീങ്ങടാ അവിടെ. നീ നമുക്കിനി ഒരു സോഡ് ഉണ്ടാക്കി. സോഡ് നമ്മൾ ഉണ്ടാക്കേണ്ട കൊബൽ സ്റ്റോൺ. 2 സൈഡ് സ്ലാബും ഉണ്ട്. കൊബൽ സ്റ്റോൺ സ്ലാബ് ഉണ്ടാക്കാം. നമുക്ക് അത്യാവശ്യത്തിന് ആവശ്യം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഗൈസ് ഇപ്പൊ ബൈ ദ വൈ ഇത് ഡേ 3 ആണ് കേട്ടോ. പിന്നെ ഒരു ഷീപ്പിനും കൂടെ ഉണ്ടാക്കിയ അല്ല, ഒരു ഷീപ്പും കൂടെ കിട്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഷവല് പോയാ
ഗൈസ്. അയ്യോ എടാ ഇത് പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടോ. എന്നാലും എന്റെ തൊട്ടടുത്ത് എന്റെ ഫാം ഉണ്ടാകും. ഇതാണ് ഇപ്പൊ എല്ലാം പ്രശ്നം. കയ്യില് ഡെർട്ട് ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? എങ്കിലും ഉണ്ടോ? ആ അതെ ഡെർട്ട് ഉണ്ട്. അവിടെ 62 ഡെർട്ട്. ഭയങ്കര പണിയായി വരും. ഒരു ഐഡിയ ചെയ്യാം. ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഒരു കേജ് മാതിരി ആക്കാം. സോംബീസ് ആരെ വരികയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊന്നാൽ പോരെ. എങ്ങനെയുണ്ട് ഐഡിയ? പറയല്ലേ. ആദ്യം നമ്മൾ ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കുന്നു, ഓക്കിന്റെ സ്ലാബ് ഉണ്ടാക്കുന്നു, അതവിടെ വെക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ്രസൈറ്റ് എടുത്ത് വെക്കാം. ഇതെന്താണ്? ഇത് വേണ്ട. നമുക്ക് ആൻഡ്രസൈറ്റ് എടുത്ത് ആൻഡ്രസൈറ്റ് ആണ് കണക്കിന് മുന്നേ. അപ്പൊ ഇതന്നെ വെക്കേണ്ടി വരും. ഇതാ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് അതിനെ പ്രസവിപ്പിക്കാം. ഇത് അങ്ങനെയൊക്കെ ഇടങ്ങാറെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ മാത്രം കാര്യം നടക്കുമോ? ഞാൻ ചെയ്യുന്ന മണ്ടത്തരാണോ വൃത്തിയില്ലായ്മയാണോ ഒന്നും എനിക്കറിയില്ല. കാർ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു ഫെൻസ് ഉണ്ടാക്കണ്ടേ? ഒരു ഫെൻസ് ഉണ്ടാക്കണമല്ലോ. ഫെൻസ് ഉണ്ടാക്കണമല്ലോ. ഇങ്ങനല്ല അയ്യോ കുറച്ചുകൂടെ വുഡ് കാണും. വുഡ് ഫുള്ളായി. സ്റ്റിക്കുമായി. ഓക്കെ നമുക്കിത് സെറ്റ്. നമുക്കിതിപ്പോ തുറന്ന് വെക്കണം. നമുക്ക് ഇങ്ങനെ വൈൻ ചെയ്യാം. പ്രശ്നം വരാണ് അപ്പൊ വന്ന നമുക്കിനി മാക്സിമം സ്റ്റോൺ സ്ലാബ് ഉണ്ടാക്കിക്കാം. 42 കിട്ടി. ആൻഡ് നമ്മൾ അങ്ങോട്ടോട്ട് പോകുന്നു. ആൻഡ് നമ്മൾ ഇത് വെക്കുന്നു. ബൈ ദ ബൈ വേറെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. എന്റെ മനസ്സിൽ കുറച്ചുണ്ട്, പക്ഷെ ഈ അടുത്തൊന്നും വരാൻ സാധ്യതയില്ല. കാരണം കുറച്ച് ടഫായിട്ടുള്ളൊരു ഐഡിയ. വെറൈറ്റി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറ, നമുക്ക് ചെയ്യാലോ. കാരണം ഇപ്പൊ നിലവിലാകെ 1 ബ്ലോക്ക് മാത്രമേ. 1 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാരും ചെയ്യുന്ന ഒരു ടൈപ്പ് സാധനം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഇങ്ങനത്തെ ഓരോരോ കാര്യം. അതും താഴെ ഇത്ര മതിയല്ലോ ഫെൻസ് ചെയ്യാൻ. ഒരു ബ്ലോക്കും നോക്കും. ഒരു ബ്ലോക്കും കൂടെ കൂട്ടി വെക്കും. ഇപ്പൊ ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലേ വേണ്ടാന്ന് തോന്നുന്നു. പോരെ അല്ലേ? ഇത് മതിയാവുമല്ലോ. പക്ഷെ വേണ്ട, ഒരെണ്ണം കൂടെ കൂട്ടാല്ലേ. നമ്മുടെ കയ്യിൽ നിലവിൽ എല്ലാത്തിനുള്ള ഇല്ല. നമുക്ക് കൂട്ടിക്കാം. പിന്നെ ഷെയ്ഡേഴ്സ് വല്ല ഇടണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഏതാ ഇടണ്ടെന്നും കൂടെ പറ. എനിക്ക് പിന്നെ അതൊരു തീരെ താല്പര്യമില്ല. പറഞ്ഞാടാ. പിന്നെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ ഫർണസ് ഉണ്ടാക്കാല്ലേ. കാരണം എത്രയും പെട്ടെന്ന് അയൺ ആർമർ ആവും. അതാണ് ബുദ്ധി. തൽക്കാലം ഫർണസ് ഒരെണ്ണം ഉണ്ടാക്കി വന്നു. ആൻഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മുടെ അയൺ ഇടാം, കോളിടാം. കോളിടണോ? ഇത് റിസ്ക് എടുക്കണ്ട. കാരണം കോളൊക്കെ നമുക്ക് അത്യാവശ്യമായ ഒരു സാധനം. ഞാൻ തൽക്കാലം പോക്കെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് മൈൻ ചെയ്യാം. ഇത് അത്യാവശ്യത്തിന്
നല്ല പരിപാടിയാണ്. പക്ഷെ അവിടുത്തെ ബ്ലോക്ക് അങ്ങ് പോയി. അതിന്റെ കയ്യിലെത്തുകയും എന്താ വേണ്ട സ്ലാബ് ഇത് കഴിഞ്ഞാ? ഓ 4 ആയില്ലേ? ഞാൻ ആക്ച്വലി ആയിട്ട് നോക്കുമ്പോ ബൂട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വേണ്ട 7 പഠിച്ചു വെക്കാം. കാരണം ബൂട്ടൊക്കെ ഇപ്പോഴേ ആദ്യം ഇടുന്ന നഷ്ടമാണ്. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെയാണ്. അത് ഇടുന്നതിനെ കൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് 2 ബ്ലോക്ക് വെച്ച് പോകാൻ. ഇടുന്നതിനെ കൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ താഴെ വീണിന്ന് ഉള്ളതൊക്കെ പോയി. അതാണ് എന്റെ പ്രശ്നം. അത് കഴിയട്ടെ. വൃത്തിയൊരു കാര്യമില്ല. ഇങ്ങനെ വെക്കാൻ നോക്കും. ഗൈസ് അപ്പൊ അത്യാവശ്യം കൊബൽ സ്റ്റോൺ ആയോ? കൊബൽ സ്റ്റോണേ ആയില്ല. ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഫെൻസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് വേണ്ടത്. അതിനു വേണ്ടി നമുക്ക് എത്ര ഫെൻസ് ഇപ്പൊ നിലവിൽ ഉണ്ടാക്കാൻ പറ്റും? നമുക്കിപ്പോൾ 6 ഫെൻസ് 6 കഴിയുമല്ലോ. ഓ ഇനി 1 2 കുറച്ച് വേണ്ടി വരില്ല. എണ്ണണ്ട ഗൈസ്. അപ്പൊ ഇത് 2 കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ വെക്കുകയാണ്. കഴിഞ്ഞ ഈ 2 കൂടെ എടുത്തിട്ട് അവിടെ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ഇവിടെ അതവിടെ ഉണ്ട്. എല്ലാരും എന്താക്രാന്തം ഇതിന്റെ ഉള്ളിലോട്ടേക്ക് നീക്കട്ടെ. എല്ലാരും വെയിറ്റ് ചെയ്യേ. ഒരു അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. വാ എന്താ മക്കളെ, വാ അകത്ത് കയറി വാ. എന്താ നിങ്ങൾക്ക് ഇത്ര മടി? വാ കയറി വാ. അതന്നെ. ഞാൻ പോട്ടെ, ടാറ്റ. അല്ലേ കുറെ നാളായി നിങ്ങളൊക്കെ സഹിക്കുന്നു. ഇനി എന്റെ സമയം. നിങ്ങൾ അവിടെ കിടന്ന് പട്ടിണി ഒന്നും മരിക്കും. എനിക്കിവിടെ എന്റെ ജോലികളൊക്കെ ഉണ്ട്. നിങ്ങളാണ് എന്നെ എല്ലാതും തരുന്നത് കേട്ടാ. അവിടെ ഇരി. അതിന് ഒരു അക്ഷരം വേണ്ടിട്ട് അല്ലേ നമ്മളെ. ഗൈസ് അപ്പൊ ഇവരൊക്കെ ഞാൻ ഇതിനുള്ള കൊണ്ട് കയറ്റി. ഈ നമ്മുടെ ഫാമും ലേശം വളർന്നിട്ടായോ? ഇല്ല ഇതും ആവാറുണ്ട്. നമുക്ക് ഇതും ഫുള്ളാക്കണം. പിന്നെ അവരെയും വളർത്തണം. അവരെ വളർത്തണ ഫുഡ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ആകെ ഒരൊറ്റ വീറ്റുള്ളൂ. അതിപ്പോ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ആയി ഇവിടെ 2 ഇപ്പൊ ടോട്ടൽ 4 6. ഇനി എന്തൊക്കെ ഉണ്ടാക്കുന്നത്? ഹെൽമെറ്റും പോരാ. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നാളെ മിക്കവാറും എനിക്ക് തോന്നുന്നു ട്രീ ഫാം ആയിരിക്കും ചെയ്യാം. എന്റെ മനസ്സിൽ അതാണ്. എനിക്ക് തോന്നുന്നു ഇനി ട്രീ ഫാം നമുക്ക് ഒന്നെങ്കിൽ റൈറ്റിലോട്ടേക്ക് അല്ല ലെഫ്റ്റിലോട്ടാക്കാം. അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും ഇത് ലേശം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യേണ്ടി വരും. കാരണം ഇത് പ്രശ്നമാണ്. നമുക്കിത് വൃത്തിക്ക് ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കണം. പക്ഷെ അതിനകത്ത് ലേശം ബാക്കിലോട്ടും നീക്കേണ്ടി വരും. അതും ഒരു ചെറിയൊരു പണിയാണ്. അപ്പോൾ ഗുഡ് ബൈ. സൂര്യനുദയത്തോടെ നമുക്ക് ടാറ്റ പറയാം. ഗുഡ് ബൈ.